ന്യൂസിലൻഡിലെ സ്കിൽഡ് മൈഗ്രൻസിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? ഇപ്പം അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം ന്യൂസിലാൻഡിലെ സ്കിൽഡ് മൈഗ്രൻസിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഇമിഗ്രേഷൻ അനൗൺസ് ചെയ്തേക്കുന്ന പുതിയ 2 കാറ്റഗറിയും അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള 3 കാറ്റഗറിയും കൂടെ ഞാനിപ്പോൾ വളരെ ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ലെറ്റ്സ് ഇപ്പോൾ ഒരു സ്കിൽഡ് മൈഗ്രൻ്റ് Tier 1 ഓക്കുപ്പേഷൻ, അതായത് ഗ്രീൻ ലിസ്റ്റിലുള്ള Tier 1 ഓക്കുപ്പേഷനിലാണ് ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അയാൾക്കൊരു ജോബ് ഓഫറും ഒരു മീഡിയൻ വേജും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിഡൻസ് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് പ്ലസ് ചെയ്തേക്കുന്ന റെസിഡൻസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേഡ് നേഴ്സിനുള്ളതാണ്. വിത്തിൻ 3 days അത് അപ്രൂവ് ആയി. അത് ഒരു 1.5 കൊല്ലം മുമ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ഒരു 2 weeks തൊട്ട് ഒരു 5 weeks വരെയൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ Tier 2 ഓക്കുപ്പേഷനിലുള്ള ഒരാളാണെങ്കിൽ അയാൾ 2 കൊല്ലം മീഡിയം വേജിൽ ജോലി ചെയ്തതിന് ശേഷം അയാൾക്ക് റെസിഡൻസ് ഫയൽ ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 2 കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് മിക്ക സ്കിൽഡ് മൈഗ്രൻസും ഇതിനകത്ത് പെടും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സംപ്റ്റഡ് കാറ്റഗറി ഉണ്ട്, സ്പെഷ്യലായിട്ട് അനൗൺസ് ചെയ്തേക്കുന്നത് കെയർ വർക്ക് ഫോഴ്സ് വർക്ക് ടു റെസിഡൻസ്, അതായത് കെയർ ഗിവേഴ്സിനുള്ള വർക്ക് ടു റെസിഡൻസ് ഓപ്ഷനാണ്. ഇപ്പം ഒരു കെയർ ഗിവറായിട്ട് അവർ 2 കൊല്ലം ജോലി ചെയ്യുകയാണെങ്കിൽ അറ്റ് ലെവൽ 4 റേറ്റ്, അത് 28.25 ആണ് ഇപ്പം. അത് ചെയ്യുവാണെങ്കിൽ അവർക്ക് റെസിഡൻസ് ഫയൽ ചെയ്യാം. അപ്പോൾ ഒത്തിരി കെയർ ഗിവേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ ഇവർ അങ്ങനെ ഒരാളാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 കൊല്ലം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് സെക്ടർ കാറ്റഗറിയാണ്, പക്ഷേ അതിപ്പോൾ നിലവിൽ ക്ലോസ് ചെയ്തു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു ബസ് ഡ്രൈവറോ ട്രക്ക് ഡ്രൈവറോ ഒക്കെ ആയിട്ട് 2 കൊല്ലം ജോലി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓരോരോ ജോലികൾക്ക് സ്പെസിഫിക് റേറ്റ് ഉണ്ട്, റിക്വയർഡ് റേറ്റ് ഉണ്ട്. അത് നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും നമ്മളത് ടെസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു കൊടുക്കുക എത്രയാണ് അതിൻ്റെ റേറ്റ് എന്ന്. അതിന് നമ്മൾ വേറെ ഫീസൊന്നും ചാർജ് ചെയ്യുന്നില്ല. അപ്പം ആ റേറ്റ് ഉണ്ടെങ്കിൽ 2 years മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഫയൽ റെസിഡൻസ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തേക്കുന്ന പുതിയ കാറ്റഗറി, അതായത് സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് റെസിഡൻസ് പാത്വേ, അതെന്ന് പറയുന്നത് മൊത്തത്തിൽ 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്കിൽ ലെവൽ 1 to 3 റോളിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അതിനകത്ത് 2 കൊല്ലം ന്യൂസിലൻഡിൽ 1.1 times മീഡിയം വേജിലാണ് ജോലി ചെയ്തിരിക്കുന്നതെങ്കിൽ ദേ ക്യാൻ ഫയൽ ഫോർ റെസിഡൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിനകത്ത് ഒരു ക്വാളിഫിക്കേഷൻ റിക്വയർമെൻ്റ് ഇല്ല, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. പക്ഷേ 5 കൊല്ലത്തെ ടോട്ടൽ എക്സ്പീരിയൻസും വേണം. അതിനകത്ത് 2 കൊല്ലം ന്യൂസിലൻഡിൽ 1.1 times മീഡിയം വേജിലായിരിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അതിനകത്ത് ഒത്തിരി ആൾക്കാർ ഈ കാറ്റഗറിയിൽ രക്ഷപ്പെട്ടു പോകും, മറ്റേതിനകത്തൊന്നും എലിജിബിൾ അല്ലാത്തവർ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസ് ആൻഡ് ട്രേഡ് റെസിഡൻസ് പാത്വേ. അപ്പോൾ ഒരു ലെവൽ 4 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ 18 months ഓഫ് എക്സ്പീരിയൻസ് ന്യൂസിലൻഡിലുണ്ടായിരിക്കണം മീഡിയം വേജിൽ. ടോട്ടൽ 4 years എക്സ്പീരിയൻസ് വേണം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ. അതുണ്ടെങ്കിൽ അവർക്ക് ഈ റെസിഡൻസ് പാത്വേയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്തും ഒത്തിരി ടെക്നീഷ്യൻസും ട്രേഡീസും ഒക്കെ ഇതിനകത്തും രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്ക കാറ്റഗറി ഇതിനകത്ത് കവർ ആയിട്ടുണ്ട്. പിന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ളവർക്കാണ് റെസിഡൻസ് പാത്വേ ഇല്ലാത്തത്. അത് തീർച്ചയായിട്ടും അറിയാമല്ലോ, ന്യൂസിലൻഡിലെ മൈഗ്രേഷൻ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള മൈഗ്രൻസിനെ ഇൻവൈറ്റ് ചെയ്യാനും അവരെ ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കാനും നമ്മളിവിടെ ഉള്ള ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൽഡ് മൈഗ്രൻസിന് പറ്റിയൊരു നാട് തന്നെയാണ് ന്യൂസിലൻഡ്. ഇത്രയും കാറ്റഗറീസ് ഉള്ള വേറെ ഏത് രാജ്യമുണ്ട്? ഇത്രയും കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അവർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ. ഇപ്പം പല രാജ്യങ്ങളിലും പലതരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ന്യൂസിലൻഡിനെ അതിപ്പോൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ വരുന്ന മൈഗ്രൻസിനോട് അന്വേഷണം പറയാനുള്ള സജഷൻസോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? മൈഗ്രൻസിനെതിരെയുള്ള പ്രശ്നങ്ങളാണോ? അതെ, മൈഗ്രൻസിനെതിരെയുള്ള പ്രശ്നങ്ങൾ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കാനഡ നടക്കുന്ന ഇഷ്യൂവിനെ UK നടക്കുന്ന ഇഷ്യൂ ആയിട്ടോ, അല്ലെങ്കിൽ അയർലൻഡ് നടക്കുന്ന ഇഷ്യൂ ആയിട്ടോ, അല്ലെങ്കിൽ ന്യൂസിലൻഡ് നടക്കാൻ പോകുന്ന ഇഷ്യൂ ആയിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു മൈഗ്രൻ്റ് അടുത്ത് നമുക്കൊരു നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ആസ് എ മൈഗ്രൻ്റ്, ഞാനൊരു മൈഗ്രൻ്റാണ് നിങ്ങളെപ്പോലെ. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നമ്മൾ ഈ ഏത് രാജ്യത്ത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നു ആ രാജ്യത്തിലെ രീതികളുമായിട്ടും അവിടുത്തെ ആൾക്കാരുമായിട്ടും നമ്മൾ ഫിറ്റായി പോവുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ രീതികൾ അവരുടെ മുകളിലോട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അല്ലേ? നമ്മൾ അവരിലൊരാളായി അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ആർക്കുമില്ല. അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും, അവരും ഹാപ്പിയാണ്, നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാം. നമ്മൾ പറയുകയാണില്ല എനിക്ക് എന്താ പറയുക, ഇന്ന കാര്യങ്ങളെ ഞാൻ കഴിക്കുള്ളൂ, നിങ്ങളും കഴിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ അതിന് ഇന്ന കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് നമ്മളുടെ കാഴ്ചപ്പാടുകൾ വേറൊരാളുടെ മേളിൽ എന്ന് അടിച്ചേൽപ്പിക്കുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളുടെ കാര്യം നോക്കി വളരെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതെ. ഇപ്പം
ഇമിഗ്രേഷൻ അഡ്വൈസർ ത്രൂ ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്നതും സെൽഫായിട്ട് ലോഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ നീഡ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ നിന്ന് പാരച്യൂട്ട് ഇട്ട് ചാടുന്നതും ഇല്ലാതെ ചാടുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് ഇതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പാരച്യൂട്ട് ഇട്ട് ചാടുന്നവർക്ക് ഒരു ലൈഫ് ലൈൻ ഉണ്ട്. അപ്പം മറ്റേത് ആൾ താഴെ വീണ് അയാൾ കറക്റ്റായിട്ട് ചാടി വീഴാൻ അറിയാത്തൊരാളാണെങ്കിൽ അല്ലേ, അയാൾ തീർച്ചയായിട്ടും മരണപ്പെടും. അതുപോലെ തന്നെയാണ് ഇമിഗ്രേഷൻ്റെ ഒരു പോളിസി. നിങ്ങളൊരു അഡ്വൈസറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ ജോലി, ഇപ്പം ഞാൻ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, വേറൊരാളാണെങ്കിൽ അയാളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ 100% കറക്റ്റായിട്ടാണോ ലോഡ്ജ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നതാണ് അയാളുടെ ആദ്യത്തെ ജോലി. 2, നിങ്ങളുടെ മുമ്പിൽ ഈ ആപ്ലിക്കേഷനുള്ള റിസ്ക്കുകളെ അസസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ആ റിസ്ക്കുകൾക്ക് ഒരു സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലോട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ എന്നെ വിളിക്കുന്ന ക്ലയൻസ് പറയും, ഞാൻ സ്വന്തമായിട്ട് ലോഡ് ചെയ്തു, എനിക്കൊരു PPA ലെറ്റർ കിട്ടി. ഇതിനകത്തൊരു 80% PPA ലെറ്റേഴ്സും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. കാരണം ഡാമേജ് വളരെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ, കാരണം അവർ എലിജിബിളേ അല്ല ആ കാറ്റഗറിക്ക്. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 20% അല്ലെങ്കിൽ 30% നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു ചെറിയ ഫീസ് ചാർജ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുക, ഒരു $2,000 അത് $2,500 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കും, ഒരു $200 അല്ലേ. ഇപ്പോൾ ന്യൂസിലൻഡ് റെസിഡൻസ് വിസയുടെ ഫീസ് എന്ന് പറയുന്നത് 6,450 ആണ്, ക്ലോസ് ടു $7,000. അപ്പം അതിനൊരു ഇൻഷുറൻസ് എടുക്കാതെയാണ് അവർ ലോഡ് ചെയ്യുന്നത് വിത്തൗട്ട് അഡ്വൈസർ. അതാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാൻ നേരത്ത് അത് ഒരു അഡ്വൈസർ വഴി ഇടുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ വളരെ ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഗോ ഹെഡ് ആൻഡ് അപ്ലൈ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുമ്പോൾ കാണുന്നത് എന്തൊക്കെയാണ്? ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് സങ്കല്പിക്കുക, ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഇതിങ്ങനെ ചെയ്യുമായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരു നേഴ്സ് ചോദിച്ചാണ്, ഞാൻ ലാംഗ്വേജ് ടെസ്റ്റ് 5 തവണ എഴുതി, അപ്പോൾ എനിക്കിത് കിട്ടുന്നില്ല. ആദ്യം പുള്ളിക്കാരി പാസ്സായിരുന്നു, കാരണം ഇവിടെ വന്നിട്ട് PT ഞാൻ എഴുതാൻ നോക്കിയത്, എഴുതിയിട്ടും കിട്ടുന്നു. കാരണം ജോലിയുടെ ഇടയ്ക്ക് അയാൾക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ജോലി ഷിഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ച് ഇത് പാസ്സാകുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്, കാരണം ടച്ച് വിട്ടുപോയി. അപ്പം പുള്ളിക്കാർ പറഞ്ഞു, ഞാൻ 5 തവണ എഴുതി കിട്ടുന്നില്ല, ഞാനിത് റിസ്ക് എടുത്ത് അങ്ങ് ഇടട്ടെ, അപ്പം ഇമിഗ്രേഷൻ എനിക്കൊരു എക്സംഷൻ തന്നാലോ. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ചിന്തിച്ചെടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഇമിഗ്രേഷൻ അങ്ങനെയല്ല വർക്കാകുന്നത്. ഇവിടെ ഒരു പോളിസി മേക്ക് ചെയ്തിട്ടുണ്ട്. ആ പോളിസി നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ അതിനകത്ത് ഇമിഗ്രേഷൻ എനിക്ക് ഒരു എക്സംഷൻ തരാം, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കൊരു ആപ്ലിക്കേഷന് മുമ്പിൽ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ. ഫാക്റ്റ് എന്താണോ ഫാക്റ്റ് അത് മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ഫ്ലാറ്റ് ചെയ്യുന്നിടത്തെ ഓൾറെഡി ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ പറയും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിരിക്കും പുള്ളി വന്ന കാലത്ത്, പക്ഷേ ഇപ്പം റൂൾസ് മാറി. അതെ, അപ്പം നമ്മൾ അന്ന് പുള്ളി വന്ന കാലത്തെ റൂൾ അനുസരിച്ച് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വിസ കിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ എക്സ്പേർട്സുമായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്താണ് ആദ്യം ചെല്ലുന്നത് അല്ലേ. നമ്മൾ ഇപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ഒരാൾ ഇതേ അസുഖമായൊക്കെ ഇതിനു മുമ്പ് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ 2 ഗുളിക വാങ്ങിച്ച് കഴിക്കില്ല. അപ്പോൾ അതുപോലെയാണ് ഇതേ ആപ്ലിക്കേഷൻ ഇട്ടു എന്ന് പറഞ്ഞ് അത് ഒരിക്കലും അതാവണം നിർബന്ധമില്ല. അയാളുടെ സിറ്റുവേഷൻ, അയാൾ ചെയ്യുന്ന ജോലി, അയാളുടെ വേജ് എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ എവറി ആപ്ലിക്കേഷൻ ഇസ് യുണീക്ക്. അപ്പോൾ ആ യുണീക്കായിട്ടുള്ള ആപ്ലിക്കേഷന് അതിനായിട്ടുള്ള പ്രോസസ്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം, അതിനകത്തുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് തന്നെ ചെയ്യണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ തെറ്റുകൾ വരുത്താതിരിക്കാനായിട്ട് നിങ്ങളൊരു അഡ്വൈസറിനെ വിളിച്ചിട്ട് ചോദിക്കുക, ഇത് എന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്. ഇപ്പോൾ ചിലർ ഫീസ് ചാർജ് ചെയ്യുന്നവരുണ്ട്, ഫീസ് ചാർജ് ചെയ്യാത്തവരുണ്ട്. ഒരു ഇനിഷ്യൽ കൺസൾട്ടേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫീസ് ചാർജ് ചെയ്യാറില്ല. അപ്പോൾ ചിലർ ഇനിഷ്യൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഫോമിലെ ഡീറ്റെയിൽസ് ചോദിക്കും. അതിന് ഇനിഷ്യൽ കൺസൾട്ടേഷൻ അല്ല, അത് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇടുന്നതിൻ്റെ ഒരു ഇത് വരുന്നത്. അത് നമ്മൾ അങ്ങനത്തെ സർവീസ് കൊടുക്കും. കാരണം അങ്ങനെ ഒരു ഫോമിനകത്ത് ഡീറ്റെയിൽസ് പറയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ആ ഏറ്റവും ലാസ്റ്റ് ചോദിക്കും, ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അഡ്വൈസർ സഹായിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി സഹായിച്ചു. അപ്പോൾ അത് ചെയ്യില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്വൈസറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ അതിന് ക്വാളിഫൈഡ് ആണ്. തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് അവരുടെ ആ ഒരു പ്രോസസ്സ് വളരെ സ്മൂത്താക്കി ഒരു ടെൻഷനും ഇല്ലാതെ അത് ഫിനിഷ് ചെയ്യാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഇമിഗ്രേഷൻ അഡ്വൈസസോ അല്ലെങ്കിൽ സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അനൂഷിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.